ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിന്റെ ജാമ്യഹർജി തള്ളി. കോഴിക്കോട് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ലഹരി പരിശോധനയ്ക്കെത്തിയ കുന്നമംഗലം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലാണ് പി.കെ. ബുജൈറിന്റെ ജാമ്യഹർജി കോടതി തള്ളിയത്. അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടും പ്രോസിക്യൂഷൻ വാദവും അംഗീകരിച്ചാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നില്ല, ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ച പ്രതിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും, സാക്ഷികളെ സ്വാധീനിക്കും തുടങ്ങിയ വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ലോക്ക് തുറന്നു നൽകാൻ ബുജൈർ തയ്യാറായിരുന്നില്ല. ഫോൺ പരിശോധിച്ചാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനായി മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നാർക്കോട്ടിക് കേസിലെ പ്രതി റിയാസിന്റെ ഫോണിൽ നിന്ന് ബുജൈറുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. ഈ മാസം 2-നാണ് കുന്നമംഗലം ചൂലാംവയൽ വെച്ച് പി.കെ. ബുജൈർ ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ചത്. ജാമ്യം ലഭിക്കാനായി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.